എന്റെ പേരുച്ചരിക്കപ്പെട്ടാൽ സ്വലാത്തു ചൊല്ലാത്തവൻ പിശുക്കനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ, റേഡിയോ, TV പോലെയുള്ളതായ ഉപകരണങ്ങളിൽ നിന്നും നബി തങ്ങളുടേതായ പേരുകൾ ഉച്ചരിക്കപ്പെടാറുണ്ട്. ആ ഉച്ചരിക്കപ്പെടുന്നതായ അവസരത്തിൽ കേട്ടിരിക്കുന്ന നാം സ്വലാത്തു ചൊല്ലണമോ എന്ന കാര്യത്തിൽ പലപ്പോഴും പലർക്കും ആശങ്കയുണ്ട്. എന്നാൽ അവിടെ ഒരു വ്യക്തി ആ അവസരത്തിൽ ഉച്ചരിക്കാത്തത് കൊണ്ട്, ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നും കേൾക്കുന്നതായ ശബ്ദമായതുകൊണ്ട് അവിടെ സ്വലാത്തു ചൊല്ലേണ്ടതില്ല എന്നാണ് പ്രമുഖമായ അഭിപ്രായം. എന്നാൽ ചില പണ്ഡിതന്മാരെങ്കിലും അതും നബി തങ്ങളുടേതായ പേരാണല്ലോ കേട്ടത്, അതുകൊണ്ട് അവിടെ സ്വലാത്തു ചൊല്ലുന്നതിന് വിരോധമില്ല, ചെയ്യുകയും ചെയ്യാം. എന്നാൽ ഇതുപോലെ തന്നെയാണ് തിലാവത്തിന്റെ സുജൂദ്. അതായത് വിശുദ്ധമായ ഖുർആനിൽ 14 സ്ഥലങ്ങളിൽ തിലാവത്തിന്റെ സുജൂദ് സുന്നത്താണ്. അവിടെയും വിശുദ്ധമായ ഖുർആൻ ഓതുന്നയാളും ആ ഖുർആൻ കേൾക്കുന്നയാളും തിലാവത്തിന്റെ ആ സുജൂദിന്റെ അവസരം വരുമ്പോൾ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. എന്നാൽ വിശുദ്ധമായ ഖുർആനിൽ മൊബൈലിൽ കൂടി അല്ലെങ്കിൽ TVയിൽ കൂടി പോലെയുള്ളതായ ഉപകരണങ്ങളിൽ കൂടി അത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അവിടെ തിലാവത്തിന്റെ സുജൂദ് സുന്നത്തല്ല. കാരണം അവിടെ ആ അവസരത്തിൽ ഒരു വ്യക്തി കരുതലോടുകൂടി ഓതുന്നതല്ല, മറിച്ച് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ എന്നോ റെക്കോർഡ് ചെയ്തു വെച്ചത് അപ്പോൾ അവിടെ ഓണാക്കുകയാണ്. അപ്പോൾ അതിലൂടെ വന്ന ശബ്ദമാണ്. അപ്പോൾ ആ ശബ്ദത്തിന് വേണ്ടി കേട്ടയാൾ സുജൂദ് ചെയ്യൽ സുന്നത്തല്ല എന്നാണ് കർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.